തികച്ചും സ്വാഭാവികം. ഒരു രാഷ്ട്രീയ കഴുതപ്പുലികളും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. 42 തവണയായി നീക്കിവെക്കുകയാണ്. എത്രയോ ലക്ഷം കേസുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന് ഈ പ്രകാശം പരത്തുന്നവരെല്ലാം പരിതപിക്കാറുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനെയും തൊടാൻ ഒന്നുകിൽ അവർ മടിക്കുന്നു, അല്ലെങ്കിൽ കണ്ണടയ്ക്കുന്നു. അതിൻ്റെ ബാക്കി പത്രം തന്നെയല്ലേ ഇവിടെ കേരളത്തിൽ വന്ന് വിശ്വഗുരുവായാലും ടീമുകളെല്ലാം വലിയ വർത്തമാനങ്ങൾ പറയും. കരുവന്നൂരൊക്കെ നമ്മൾ കണ്ടതാണ്. ആരെ പൊക്കി കള്ളന്മാരെല്ലാം നിർബാധം അവരുടെ വാ കൊണ്ടുള്ള വയറ്റിളക്കം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഈ വർഗം, രാഷ്ട്രീയ വർഗങ്ങൾ, അവർക്കെതിരായിട്ട് ഏത് കക്ഷി രാഷ്ട്രീയം ആയിക്കോട്ടെ, നേതാക്കൾക്കെതിരെ ഒരു വിരൽ പോലും ഉയരില്ല എന്ന് ഉറപ്പുവരുത്തും. അവസാനം കോടതികളിൽ നിന്നും അവരതിനുള്ള ഇമ്മ്യൂണിറ്റി നേടിയിരിക്കും. 42 തവണ മാറ്റിവെച്ചാലെന്ത്? 378 കോടി ഖജനാവിൽ നിന്ന് പോയാലെന്ത്? അണികൾക്ക് മറ്റ് എന്തെങ്കിലുമൊക്കെ ക്യാപ്സൂൾ ഇട്ട് കൊടുക്കും, അവരറുമാതിച്ചോളും. യഥാർത്ഥ പൗരന് മാത്രം നഷ്ടം.